വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു. ആരും കൊതിക്കുന്ന മണ്ണിലേക്കെത്താൻ മാസങ്ങൾക്ക് മുൻപേ തയ്യാറെടുപ്പുകൾ തുടങ്ങിയ ഒട്ടനവധി പേർ. കോഴിക്കോട് ചാലപ്പുറം സ്വദേശിയായ മുൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഗോവിന്ദൻകുട്ടിയും ഭാര്യയും കുടുംബാംഗങ്ങളും ആദ്യമായാണ് കശ്മീർ യാത്രയ്ക്ക് തയ്യാറെടുത്തത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. പക്ഷേ അവിടുത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടി. എന്താ വെച്ചാൽ അവരെ വിളിച്ചു വെച്ചപ്പോൾ ഒരു പ്രശ്നവും, ഇത് നടന്ന സംഭവം കുറച്ച് ദൂരെയാണ്, നമ്മൾ പോണ ഏരിയ ഒന്നും അല്ല പറഞ്ഞു. അപ്പോൾ പോവാച്ച ഇവരെ വിളിച്ചു വെച്ചപ്പോൾ നോ റീഫണ്ട്, നോ ഡേറ്റ്, റീഷെഡ്യൂൾ ഓഫ് ഡേറ്റും ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? അവസാനം ഞാൻ വിചാരിച്ചു എന്നാൽ പൈസ പോട്ടെ. ഒരാൾക്ക് 60,000 റുപ്പീസാണ്. നമ്മളെ ജീവനേക്കാളും വലുതല്ലല്ലോ ഇപ്പോൾ. ഇവരടക്കം 30 പേരുള്ള സംഘമാണ് യാത്ര പോകേണ്ടിയിരുന്നത്. 5 ദിവസത്തെ പാക്കേജ്. ഇവരെ പോലെ നിരവധി വിനോദസഞ്ചാരികൾ ഇതിനകം യാത്രകൾ റദ്ദാക്കി. ഭീകരതയുടെ നാളുകൾ ഉടനെ അവസാനിക്കും. ഉടൻ കശ്മീരിലെത്തും. പ്രതീക്ഷയിലാണ് ഓരോരുത്തരും. ഇനി അവരിതൊക്കെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന ശേഷം പറയുന്നു വിചാരിക്കുന്നു. തീർന്നിട്ടേ പറയുള്ളൂ വിചാരിക്കുന്നു. അപ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.